ഹായ് ഫ്രണ്ട്സ്, ആൽമീസ് ക്രിയേഷൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് പല പല കാരണം കൊണ്ടും തിരക്കുകൾ കാരണവും ഇടയ്ക്ക് സുഖമില്ലാതെയൊക്കെ വന്നുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇന്നെന്താണേലും ആൽമീസിന്റെ കുറച്ച് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. മെയിനായിട്ട് ആൽമീസിന്റെ അച്ചാറുകളാണ് ഇടുന്നത്. അത് നോൺ വെജ് ആണ് കൂടുതലും ഇടുന്നത്. ബീഫ്, ഫിഷ്, കാടമുട്ട, ചിക്കൻ, പന്നി എന്നിവ ഓർഡർ അനുസരിച്ച് തയ്യാറാക്കി നൽകുകയാണ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ പുളി, മഞ്ഞൾ, മല്ലി, മുളക് പൊടികളും അത് വീട്ടിൽ വൃത്തിയായിട്ട് കഴുകിയിട്ട് ഉണങ്ങി പൊടിപ്പിച്ച് കൊടുക്കുന്നതാണ്. എനിക്ക് മഞ്ഞളിനെ പറ്റി കൂടുതൽ പറയാനായിട്ടുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് ജൈവ കർഷകരിൽ നിന്ന് മഞ്ഞൾ നേരിട്ട് വാങ്ങിച്ചിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചതിന് ശേഷം വെള്ളം വാർന്നു പോയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് ഉണങ്ങി, പച്ചക്ക് അരിഞ്ഞ് ഉണങ്ങി, പുഴുങ്ങാതെ ഉണങ്ങി എടുത്ത് പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പല ആൾക്കാരും ചോദിക്കും, ഇങ്ങനെ പച്ചക്കരിഞ്ഞ് പുഴുങ്ങാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കേടായി പോവില്ലെന്ന്. ഇല്ല കേട്ടോ, ഞങ്ങള് കൊറോണയ്ക്ക് മുമ്പ് ആ ഒരു സമയത്താണ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അന്ന് ചെയ്ത മഞ്ഞൾപ്പൊടി ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഈ മഞ്ഞൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറുക്കുമിനൊട്ടും നഷ്ടപ്പെടുന്നില്ല. മഞ്ഞള് ഇത് സാധാരണ പുഴുങ്ങിയിട്ട് 7 ദിവസം കൊണ്ടൊക്കെ ഉണങ്ങിയെടുക്കണമെങ്കിൽ ഇത് ഇച്ചിരി ദിവസം കൂടുതൽ വേണം. 10-15 ദിവസം നന്നായിട്ട് ഉണങ്ങണം. അതിപ്പോ മുളകാണെങ്കിലും മല്ലിയാണെങ്കിലും കഴുകിയിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ പൊടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ല നമുക്ക് പുറമേന്ന് ഇങ്ങനെ ഉണങ്ങിയെന്ന് തോന്നിയാലും ഇത് നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ ഇത് പൊടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൂത്തു പോകും. അതുകൊണ്ട് എന്ത് സാധനമാണെങ്കിലും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം, ഇച്ചിരി ക്ഷമയോടുകൂടി ഇരിക്കണമെന്നേ ഉള്ളൂ, ഉണങ്ങിയതിന് ശേഷം മാത്രം പൊടിപ്പിക്കുക. അപ്പൊ ഈ മഞ്ഞള് പച്ചയ്ക്ക് അരിഞ്ഞ് ഉണങ്ങുന്ന മഞ്ഞളിന്റെ കുറുക്കുമി നഷ്ടപ്പെടുന്നില്ല. മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നതിനും ഒക്കെ കൂടുതൽ പാല് ചേർത്ത് കഴിക്കാനൊക്കെ കറികൾക്ക് തന്നെയാണെങ്കിലും ഏറ്റവും നല്ല ഇതാന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലാത്ത മഞ്ഞള് 1 സ്പൂൺ വേണ്ടെടുത്ത് ഇത് 1/2 സ്പൂണും 1/4 ടീസ്പൂണും ഒക്കെ വേണ്ടി വരുന്നുള്ളൂ. കാരണം അത്രയും ഗുണമുണ്ട്. പിന്നീട് നമുക്ക് 2 തരത്തിൽ ഇത് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഉണങ്ങി വെച്ചിട്ട് ആവശ്യാനുസരണം മാത്രം നമുക്ക് പൊടിച്ചുപയോഗിക്കാം. പിന്നെ നമ്മൾക്ക് പറയാനുള്ളത്, വൃത്തിയായിട്ട് കാറ്റ് കയറാത്ത ഇതിൽ നല്ല പാക്ക് ചെയ്ത് നന്നായിട്ട് വെക്കുക. പിന്നെ ബോട്ടിലിൽ ഇട്ട് വെക്കുവാണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ സ്പൂണൊക്കെ നനഞ്ഞ സ്പൂൺ ഉപയോഗിച്ചെടുക്കാതെ വൃത്തിയുള്ള ഉണങ്ങിയ സ്പൂൺ ഇട്ട് എടുക്കുക. നനഞ്ഞ കൈയോടുകൂടി പോയി എടുക്കാതെ കൈയൊക്കെ തുടച്ചിട്ട് അങ്ങനെയൊക്കെ എടുക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചീത്തയാകാതെ എത്ര നാള് വേണമെങ്കിലും ഇരുന്നോളൂ. അപ്പൊ ഞാന് അച്ചാറിടാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ കഴുകി ഉണങ്ങി പൊടിപ്പിക്കുന്ന പൊടികൾ വേണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇത് പൊടിപ്പിക്കാൻ തുടങ്ങിയത്. അന്നേരം എനിക്ക് തോന്നി ആ കൂട്ടത്തില് ഇത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് ചെറിയൊരു വരുമാനം ആകുമല്ലോ. അപ്പൊ എന്താണെങ്കിലും നമ്മള് കഴുകി ഉണങ്ങി പൊടിപ്പിക്കണം. എന്നാ പിന്നെ ആ കൂട്ടത്തില് അങ്ങനെ കൂടി ചെയ്താൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചാണ് അതും കൂടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ വിദേശത്തേക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഇപ്പൊ അച്ചാറുകള്, പിന്നെ ഈ പൊടികള്, ഇതെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ കാണും. വിദേശത്തുനിന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ആരും അടുത്തുള്ളവർക്ക് തരൂല എന്ന് വിചാരിക്കരുത് കേട്ടോ. ആര് ചോദിച്ചാലും തരും. അടുത്തുള്ളവർക്ക് പൊതുവെ മടിയായിരിക്കും. കാരണം എന്താ വെച്ചാൽ വിലക്കുറവ് എവിടെ കിട്ടുന്നു, അടുത്തുള്ളവരെന്നല്ല, നമ്മള് സാധാരണ ആൾക്കാരെ എപ്പോഴും വിലക്കുറവ് എവിടെ കിട്ടുന്നു അങ്ങനെയായിരിക്കും നോക്കുന്നത്. ചില ആൾക്കാര് എന്നാ നന്നായിട്ട് ഇങ്ങനെ വൃത്തിയായിട്ട് കഴുകി ഉണങ്ങി വേണം എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട്. അപ്പൊ അതാരൊക്കെയാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. എന്താണേലും എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഈ സാധനങ്ങളെല്ലാം പോകുന്നത് വിദേശത്തേക്കാണ് കൂടുതലും ഇങ്ങനെ പോകുന്നത്. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിലും വിദേശത്തേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും ഞാൻ എന്റെ നമ്പർ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കാം. എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. അച്ചാറുകളൊക്കെയാണ് ഇച്ചിരി നേരത്തെ പറയുവാണെങ്കിൽ. എനിക്ക് പിന്നെ വിദേശത്തേക്കൊക്കെ കൊണ്ടുപോകുന്ന സാധനങ്ങള് എല്ലാം എനിക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഉണങ്ങി പൊടിപ്പിച്ചൊക്കെ കൊടുത്തു വിടണം എന്നാണ് ആഗ്രഹം. കാരണം നമുക്ക് ദിവസവും സമയമൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ഇങ്ങനെ പൊടിപ്പിച്ച് വെച്ചത് തരാതെ എല്ലാം വാങ്ങിച്ച്, ഞാനിങ്ങനെ ബൾക്കായിട്ട് വാങ്ങിച്ച് ചെയ്യുന്ന ഒരാളല്ല. ഓർഡർ അനുസരിച്ച് മാത്രം, അല്ലെങ്കിൽ പൊടികളൊക്കെ ആണെങ്കിലും വളരെ കുറച്ച് മാത്രം വാങ്ങിച്ച് വെക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇച്ചിരി നേരത്തെ പറയുവാണെങ്കിൽ അങ്ങനെ എല്ലാം നല്ല രീതിയിൽ നമ്മൾ കാശ് മേടിക്കുന്നതിന് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തു തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക.
മറ്റുള്ളവരോട് ഒന്ന് പറയാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.